ഇന്ന് മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ജനങ്ങളുമൊക്കെ തന്നെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരന് സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം കെ സുധാകരന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമോ അതോ പാർട്ടി വിട്ട് പോകുമോ എന്ന് പറയുന്ന വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു വിസ്മയം കൂടി നമ്മൾ കാത്തിരുന്നു. അതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പട്ടികയാണ്. കാരണം കോൺഗ്രസിൻ്റെ പട്ടിക 24 മണിക്കൂറിനകം ഞങ്ങൾ പുറത്തിറക്കും എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നതെങ്കിൽ പല 24 മണിക്കൂറുകളും കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 100 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 110 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നാളെ രാവിലെ അങ്ങനൊരു പട്ടിക വരുമോ എന്നറിയില്ല. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ എന്താണെങ്കിലും 23-ാം തീയതിക്ക് മുമ്പ് ആ പട്ടിക വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിൽ പോലും എനിക്കത്ര ഉറപ്പില്ല. കാരണം ചിലപ്പോൾ ഒരു പട്ടികയിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിലുള്ള 3 പേരുണ്ടെങ്കിൽ 3 പേരുടെ സ്ഥാനാർത്ഥിത്വത്തിന് അപേക്ഷിക്കാൻ പറയുകയും കാൻഡിഡേറ്റർഷിപ്പായി അപേക്ഷിക്കാൻ പറയുകയും അതിനുശേഷം യഥാർത്ഥത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിൻവലിക്കാനുള്ള ഡേറ്റ് വരെ സമയം കിട്ടുമല്ലോ എന്ന് വിചാരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി 9-ാം തീയതിക്ക് ശേഷം വേണമെങ്കിൽ പട്ടിക പ്രഖ്യാപിച്ചാലും മതി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കെ സുധാകരൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ വാർത്തകൾ, ഓരോ ഉദ്യോഗജനകമായ 2020 മാച്ച് കിടക്കുന്ന പോലെയുള്ള വാർത്തകൾ എല്ലാ ദിവസവും മാധ്യമങ്ങൾ എല്ലാ മണിക്കൂറുകളിലും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ കെ സുധാകരന് സീറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു, 12 മണിക്ക് പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഏതാണ്ട് രാവിലെ കേട്ടിരുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കേൾക്കുന്നത് അദ്ദേഹത്തിന് സീറ്റുണ്ട്, അതുകൊണ്ട് പത്രസമ്മേളനം ഉപേക്ഷിച്ചിരിക്കുന്നു, ഹൈക്കമാൻഡ് കീഴടങ്ങിയിരിക്കുന്നു, പാർട്ടിയും കീഴടങ്ങിയിരിക്കുന്നു, അത് കെ സുധാകരന് മുമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അവസാനിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ യൂട്യൂബ് മാധ്യമങ്ങളും ലഭ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ച് തന്നെ സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഒക്കെ തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നീട് ഏകദേശം ഒരു 4 മണിയാകുമ്പോഴേക്കും നമ്മൾ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന വീണ്ടും അദ്ദേഹത്തിന് സീറ്റില്ല, അത് വല്ല തെറ്റായ വാർത്തയാണെന്നാണ്. അത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തെ കാണുന്നത് പോലും ഇവർ രണ്ടുപേരും ഒരേ ഫ്ലാറ്റിലാണ്, അതായത് എം പിമാർക്ക് അനുവദിച്ചിട്ടുള്ള ഒരേ ഫ്ലാറ്റിലാണ് ഡൽഹിയിൽ താമസിക്കുന്നത്, ഗോദാവരി ഫ്ലാറ്റിലാണ്. പക്ഷേ എന്നെ കാണുന്നത് പോലും അദ്ദേഹത്തിന് ചതുർത്ഥിയാണെന്നാണ് പറയുന്നത്. അത് എന്നു മുതലാണെന്ന് നമുക്കറിയില്ല. കാരണം ഇത് കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ ഓർക്കണം, യഥാർത്ഥത്തിൽ കെ സുധാകരനെതിരെ ആരോ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കൂടോത്രം എടുക്കാൻ വേണ്ടി പുറകെ നടന്നതൊക്കെ ഈ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം കെ സുധാകരൻ്റെ ഓഫീസിൻ്റെ ചെയറിൻ്റെ താഴെ നിന്നും അതുപോലെ ഡൽഹിയിലുള്ള ഫ്ലാറ്റിൽ നിന്നും പിന്നെ വീട്ടിൽ നിന്നുമൊക്കെ കൈയും കാലും ഒക്കെ കണ്ടെത്തുകയും അതുകൊണ്ടാണ് തലക്ക് വേദന, അതുകൊണ്ടാണ് കാലിന് അസുഖം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത് നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ അതിനുശേഷം ഇനി ഈ കൂടോത്രത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെ സംശയിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തെ കാണുന്നത് പോലും ചതുർത്ഥിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം വന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കൂടിയിട്ടുണ്ട്, അത് കൂടിയതിന് ശേഷം ആളുകളൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു, ഇനി ആ ലിസ്റ്റിൽ ഒരു കാരണവശാലും ഒരു തിരുത്തൽ നടത്താൻ സാധ്യതയില്ല, അതുകൊണ്ട് സുധാകരൻ്റെ സീറ്റുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം ഇൻഡയറക്ട്ലി പറഞ്ഞു വെച്ചു. കൂടാതെ വി.ഡി. സതീശനുമൊക്കെ വന്നിട്ട് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ തെറ്റാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു കാര്യം കെ സുധാകരൻ്റെ സീറ്റില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ കെ സുധാകരൻ്റെ തന്നെ ഏറ്റവും വലിയ അനുയായിയായിരുന്ന കണ്ണൂർ തന്നെ ഉണ്ടായിരുന്ന വ്യവസായിയുമൊക്കെ ആയിട്ടുള്ള ബിസിനസ്സുകാരനൊക്കെ ആയിട്ടുള്ള സി രഘുനാഥ്, അദ്ദേഹം നേരത്തെ തന്നെ BJPയിലേക്ക് പോയതാണ്, ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ നേരത്തെ തന്നെ കെ സുധാകരനോട് ഞാൻ പറഞ്ഞതാണ് BJPയിലേക്ക് പോരാൻ എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കുകയും BJP അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ BJPയുടെ തലയിൽ, കേന്ദ്ര നേതൃത്വത്തിൻ്റെയൊക്കെ തലയിൽ ഒരു 4-5 ലഡുപൊട്ടി ഉണ്ടാവും. കാരണം അവർ കേരളത്തിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വളരെ കരുത്തനായിട്ടുള്ള കരിസ്മയുള്ള ഒരു നേതാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കെ സുധാകരനെ കിട്ടിയാൽ വലിയ ഗുണമാകും. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരോട് ഇനി തിരിച്ച് കേന്ദ്രത്തിലേക്ക് പോലും വേണമെങ്കിൽ രാജ്യസഭയിലേക്ക് എടുക്കാം, മന്ത്രിയാക്കാമെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് കേരളത്തിൽ നിന്ന് കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്, ഇവിടെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ കെ സുധാകരൻ സ്വതന്ത്രരായി മത്സരിക്കുകയും BJP പിന്തുണയ്ക്കുകയും ചെയ്താൽ കോൺഗ്രസിൻ്റെ ഗതി എന്താകും എന്ന് പറയുന്ന വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇതെല്ലാം നടന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സീറ്റില്ല എന്നറിയുമ്പോൾ പുറത്തു വന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന KS ബ്രിഗേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളും ആരാധകരും ഒക്കെ തന്നെ ഒരു ലിസ്റ്റ് പുറത്തേക്ക് ഇറക്കുകയും അവിടെയുള്ള 15ഓളം വരുന്ന സീറ്റുകളിൽ ഞങ്ങളിതാ മത്സരിക്കാൻ പോവുകയാണ്, നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ റിബലുകളായി മത്സരിക്കാൻ പോവുകയാണെന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആകെ ഒരു ജഗമുഖ സിറ്റുവേഷനിൽ കോൺഗ്രസ് ആകെ വിഷമത്വത്തിലായി നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും ഒടുവിൽ പറയട്ടെ, യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പട്ടിക ഇതിൻ്റെ ഇടയിലൂടെ ആരും ചോദിച്ചില്ല, പക്ഷേ പട്ടിക യഥാർത്ഥത്തിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. രാത്രി 10 മണിക്ക് പുറത്തു വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഏതാണ്ട് ആ സമയത്താണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം ചിലപ്പോൾ പുറത്തു വിടുമെന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ രാത്രി തന്നെ പുറത്തു വിടാൻ മതി. എന്താണെങ്കിലും ശരി,
ഇപ്പോൾ ഒരു 100 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പട്ടിക ഏതാണെങ്കിലും പുറത്തേക്ക് വിട്ടേക്കണത്. ഇനി വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അല്ലെങ്കിൽ നാളത്തേക്ക് വെച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഇവിടെ കേരളത്തിലാകെ ഒരു ചെറിയ എഡ്ജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 58-60 സീറ്റുകളിൽ LDFും 80 സീറ്റുകളിൽ UDFും എന്നുള്ളതായിരുന്നു ലോക്കൽ ബോഡിയിലെ ഫലമെങ്കിൽ ലോക്കൽ ബോഡി കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള സർവേകളിലൊക്കെ തന്നെ ഒരു സ്ലൈറ്റ് എഡ്ജും മുൻതൂക്കവും ഒക്കെ കാണിക്കുന്ന LDFിനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം LDFിൻ്റെ MLAമാർക്കെതിരെയൊന്നും അത്തരത്തിലുള്ള ആൻറ്റി ഇൻകുംബൻസി ഇല്ലയെന്ന് മാത്രമല്ല അവരൊക്കെ തന്നെ കുറേ കൂടി ജനകീയരായിട്ടുള്ള ആളുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ MLAമാരുടെ ബലത്തിൽ തന്നെ തീർച്ചയായും ജയിച്ചു പോകാമെന്നും ഒരു 73 മുതൽ 78 വരെ സീറ്റുകൾ നേടാമെന്നും ഒക്കെയാണ് CPM വിചാരിക്കുന്നത്. മിക്ക സർവേകളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ലൈറ്റ് എഡ്ജ് കൂടി നഷ്ടപ്പെടുത്തി കളയുന്നൊരു പണിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന പോലെ നേതാക്കന്മാരെല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇതൊന്നും പെട്ടെന്ന് ഇപ്പോൾ നാളെ VD സതീശൻ വിചാരിച്ചുകൊണ്ടൊന്നും മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. VD സതീശൻ പക്ഷേ ഒറ്റക്കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, 24 മണിക്കൂറിനൊക്കെ വരും എന്നൊക്കെ പറയരുത്. കാരണം അത് ഒക്കെ സംഭവിച്ചിട്ടുള്ളത് നേരത്തെ ഇതൊക്കെ കൃത്യമായി സംഭവിച്ചിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പുകൾക്കായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവിടെ കൃത്യമായിട്ട് കോൺഗ്രസിന് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ മെഷറിയും എന്നൊരു മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാം. കൂടാതെ അവിടെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല, ആകെ പ്രശ്നങ്ങളിലേക്കാണ്. കാരണം എൽദോസ് നമ്മുടെ ഈ പറയുന്ന പോലെ വഞ്ചകി എന്തൊരു കൊഞ്ചലാണ് നിനക്ക് എന്ന് പറഞ്ഞ് കവിത എഴുതിയിട്ടുള്ള നമ്മുടെ എൽദോസ്, നമുക്കെല്ലാം അറിയാമല്ലോ, പെരുമ്പാവൂർ MLA, ആ എൽദോസൊക്കെ തന്നെ ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് കേൾക്കുന്നത്. കൂടാതെ ജോസഫ് വാഴക്കിന് സീറ്റില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ദീപ്തി മേരി വർഗീസിന് സീറ്റില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൊഴികെയാണ്. ഇനി ഇതൊന്നും കാണാതെ തന്നെ മറ്റ് നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ ജോബ് മൈക്കിൾ എന്ന് പറയുന്നയാൾ ആലപ്പുഴയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അത്തരത്തിൽ കോൺഗ്രസ് ഫേസ് ചെയ്യുന്നതിന് ഇടക്കിടക്കാണ് ഇത്തരത്തിൽ K സുധാകരൻ്റെ ഒരു വലിയ ത്രെട്ടും കൂടി വരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, K സുധാകരൻ നിങ്ങൾ അറിയേണ്ടത് ഒരു സൈലൻ്റായി നിന്നാൽ പോലും അദ്ദേഹം അത്യന്തം അപകടകാരിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ സമാന്തരമായിട്ടുള്ള സംഘടന തന്നെ അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സംഘടനയിൽപ്പെട്ട ആളുകൾ എന്ത് നിലപാടുകളായിരിക്കും ഈ വരുന്ന 10, 15, 20ഓളം വരുന്ന മണ്ഡലങ്ങളിൽ അവരെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് K സുധാകരൻ ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നു, അത് പതുങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടിട്ട് K സുധാകരൻ കീഴടങ്ങി എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഒന്നുകിൽ അദ്ദേഹം വളരെ വൈബ്രൻ്റായി നാളെ പട്ടിക വരുന്നതോടുകൂടി അദ്ദേഹം കുറച്ചുകൂടി തുറന്നു പറയാൻ തയ്യാറാകും, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും സംതൃപ്തനായി ഇവരെ സഹായിച്ചുകൊണ്ട് വളരെ എല്ലാം മറന്ന് കൂടെ നിൽക്കും എന്നുള്ളതൊന്നും വിചാരിക്കുക വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ തംബ്നെയിൽ കൊടുത്തത്, സീറ്റില്ലാത്ത K സുധാകരൻ കുറേ കൂടി അപകടകാരിയായിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു തുടർ ഭരണം വരാനുള്ള എല്ലാ സാധ്യതകളിലേക്കും കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മൊമെൻറ്റ് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഈ ദിവസങ്ങൾ വരെയുള്ള നമ്മൾ കാണുന്ന കാഴ്ച. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് വേണമെങ്കിൽ മാറി പറയാം, പക്ഷേ ഇതുവരെയുള്ള കാഴ്ച അത് തന്നെയാണ്. ഒരു തുടർ ഭരണം വന്നേക്കാം, ഞങ്ങൾ എന്തായാലും ജയിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് കോൺഗ്രസിൻ്റെ വിളംബരം കൂടിയാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.